ഗസ വെടിനിർത്തലിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. 250 ഫലസ്തീൻ തടവുകാരെ തിങ്കളാഴ്ച മോചിപ്പിക്കും. അവസാന ആക്രമണത്തിൽ മരണം 30. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. അസമിൽ മുൻ കേന്ദ്രമന്ത്രി രാജൻ ഗൊഹൈൻ ഉൾപ്പെടെ 17 പേർ BJPയിൽ നിന്ന് രാജിവെച്ചു. വനിതാ ലോകകപ്പിൽ 3 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇന്ന്. വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായവും എയിംസും ലക്ഷ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകും. മുൾമുനയിൽ 3 മണിക്കൂർ കെട്ടിടം നിന്നു കത്തി, പിന്നാലെ പൊട്ടിത്തെറിയും. തളിപ്പറമ്പിൽ ചാമ്പലായത് 60 കടകൾ. അയോധ്യയിൽ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്.